ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റമദാൻ ഡേ 12ൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ബീഫ് കറിയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാമല്ലേ. അത് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഇന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, എന്നും അതെന്നെ കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കറി അവിടെ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് സ്പെഷ്യൽ വന്നിട്ട് തേങ്ങാച്ചോറും ബീഫ് കറിയാണ് കേട്ടോ. പണ്ടാരം പിടിച്ച കറണ്ട് രാവിലെ തൊട്ട് വരിക പോവുക ഈ ഒരു കളി കളിച്ചുകൊണ്ട് നിൽക്കേനെ. 5 മണിയായിട്ടും ഇതൊന്നും മര്യാദയ്ക്ക് വരുന്നത് കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രകാശമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ബർക്കത്തോണ്ടാണോ അതോ നമ്മുടെ വീടിൻ്റെ ബർക്കത്തോണ്ടാണോ ഈ തേങ്ങാച്ചോറിൻ്റെ ബർക്കത്തോണ്ടാണോ എന്നറിയില്ല. അതങ്ങോട്ട് വെക്കലും കറണ്ട് വരലും അപ്പം സമാധാനമായി. പക്ഷെ അതിൻ്റെ അടിയിൽ കൂടെ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു സമാധാനക്കേട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയേ. അപ്പോൾ കറി ഒരു ഭാഗത്ത് അവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ തേങ്ങാച്ചോറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐബുട്ടനും ഹാപ്പിയാണ്. കറണ്ട് വന്നപ്പോൾ ഫാൻ വന്നല്ലോ, അപ്പോൾ ആൾക്ക് അത് ഓക്കെയാണ്. അല്ലെങ്കിൽ ഫുൾ ടൈം സ്വതന്ത്രനാണ് ഈ ചൂട് കാരണം. എനിവേ നമ്മളിതാ നേരെ ജ്യൂസ് ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട്. കറണ്ട് ഇനി എപ്പോഴാ പോവാന്നറിയില്ല. അപ്പം അതിൻ്റെ മുന്നേ വേഗം ഇതങ്ങോട്ട് അടിച്ചു വെക്കുക. നോമ്പറക്കണ നേരത്ത് തിന്നാൻ കിട്ടിയില്ലേലും കുഴപ്പമില്ല, കുടിക്കാൻ കിട്ടണം. ജ്യൂസാണ് മസ്റ്റ്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേറൊരു പരിപാടിക്കും അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങാതെ ഇതങ്ങോട്ട് തീരുമാനമാക്കി. ഇന്നിപ്പോൾ ആപ്പിൾ ജ്യൂസ് തന്നെയാണ് കേട്ടോ. ആപ്പിൾ കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. എന്നും ആപ്പിൾ ജ്യൂസ് കണ്ടിട്ട് നിങ്ങൾക്ക് മടുക്കണുണ്ടാകും. അപ്പോൾ കുടിക്കണ നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ. അൽഹംദുലില്ലാ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇതും ഇല്ലാത്തവരുണ്ടല്ലോ, ഓലും കൂടെ നമ്മൾ ആലോചിക്കണ്ടേ. നമുക്കിത് മേൽക്കമാല കിട്ടുമ്പോൾ വലിയ പ്രാധാന്യം, അതായത് വലിയ വില ഉണ്ടാവില്ല എന്ന് പറയാം. കണ്ണുണ്ടപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയില്ലേ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. എൻ്റെ ബീഫ് കറി ചെറുതായിട്ടൊന്ന് പണി തന്നിട്ടുണ്ട്. ഒന്നങ്ങോട്ട് നൈസായിട്ട് അടി പിടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അത് കുക്കറിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ഈ നമ്മുടെ പാൻ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് തന്നെയാണ് കറി സെറ്റാക്കിയത്. തേങ്ങാച്ചോറിൻ്റെ അവസ്ഥ എന്താണ് ഇനി, അതും പണി തരുമോ എന്ന് വിചാരിച്ച് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് സംഭവം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ, ഒരു കുഴപ്പമില്ല. ഈ തവി ഞാൻ പ്രത്യേകം ഫസ്റ്റ് കാണിച്ചല്ലോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റൊക്കെ കിട്ടിയ കൂട്ടത്തിൽ ഒരാൾ തന്നിട്ടുള്ളതായിരുന്നു ഈ തവി. ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. മസാലകളൊക്കെ വഴറ്റിയിട്ട് നമ്മുടെ കറിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. പണി തരുമെന്ന് വിചാരിച്ചിരുന്ന് ചെറിയ പണി കിട്ടിയെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് അതിൻ്റെ ചോയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഇത് തൽക്കാല നേരത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിടിച്ച് വേറൊരു കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്തായാലും അൽഹംദുലില്ലാ സംഭവം സെറ്റായിരുന്നു. നമ്മുടെ ക്ഷമ പരീക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലായിരുന്നു ഇന്ന് ഈ കറണ്ടിൻ്റെ അവസ്ഥ. അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും വരിക പോവുക ഇതന്നെയായിരുന്നു കേട്ടോ പണി. ഇപ്പോഴും പോയിട്ടുണ്ട്. ഞാനതൊന്നും മൈൻഡ് ആക്കണില്ല. കാരണം വീഡിയോ പെൻഡിങ് ആയാൽ എനിക്ക് ആകെ മൊത്തം ഞാനും ഡിസപ്പോയിൻറ്റഡ് ആകും. സോ പെട്ടെന്ന് തന്നെ കുറച്ച് കൊക്കുവട എന്ന് പറയൽ, പക്കുവട എന്നും പറയലുണ്ട്. നമ്മൾ കൊക്കുവട എന്ന് പറയാം കേട്ടോ. അപ്പോൾ കുറച്ച് കൊക്കുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ ചോപ്പറിൽ ഇട്ടിട്ടുണ്ട്. കട്ട് ചെയ്തിരിക്കാനൊന്നും ഒട്ടും സമയമില്ല. അപ്പോൾ ഇതാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ പരിപാടി. അങ്ങനെ ജിഞ്ചർ എന്നാ ഇഞ്ചി എന്നാ, സോറി ഗൈസ്, ജിഞ്ചറും ഇഞ്ചിയും കൂടെ മിക്സായി പോയതാണ്. ഇഞ്ചിയും വലിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ചോപ്പ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു പ്രത്യേക ഫ്ലേവറേക്കാർ ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അതും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. കൊക്കുവടൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇതിനർത്ഥം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ അങ്ങനെയൊന്നല്ല. നമ്മൾ ജസ്റ്റ് വ്ളോഗ് എടുക്കുന്ന ടൈമിൽ എപ്പോഴും നമ്മളുടേതായിട്ടുള്ള സ്റ്റൈലായിരിക്കും ഷൂട്ട് ചെയ്യുക. സോ ഞാൻ എൻ്റെ റെസിപ്പി പറഞ്ഞു എന്ന് മാത്രം. ഒരല്പം ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം മാവ് നമ്മൾ രാവിലെ കൂട്ടി വെക്കേ, ഇനിയിപ്പോൾ ഉച്ചക്ക് കൂട്ടി വെക്കേ, ഒരു 1-2 മണിക്കൂർ മുന്നേ പോലും കൂട്ടി വെച്ചിട്ടില്ല. തൽക്കാല നേരത്താണ് ചടപടയെന്നും പറഞ്ഞിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
പഴംപൊരി, കട്ട്ലേറ്റ്, സമൂസ ഇതിലൊക്കെ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം കൊക്കുവട, ഉള്ളിവട ഈ രണ്ട് സംഭവമാണ് കേട്ടോ. എനിക്ക് ഒറ്റക്കല്ല, എൻ്റെ അപ്പാക്കും അങ്ങനെ തന്നെയാണ്. അത് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഇതിപ്പോൾ നിഷു നമ്മളെ കൂടെ കൂടിയിട്ട് നിഷുവിനും ഉള്ളിവട എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അയ്ബുട്ടൻ കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് ആകെ സീനാക്കുക. ഞാനാണെങ്കിൽ ഇത് ചട്ടിയിലിട്ടു ഇട്ടില്ല എന്നും പറഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ്. ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ച് കഴിഞ്ഞ് ഇനി സെക്കൻഡ് ട്രിപ്പും തേർഡ് ട്രിപ്പും ഫോർത്ത് ട്രിപ്പും ഒക്കെ അപ്പോൾ ജസ്റ്റ് അത് ഉപ്പച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഉപ്പച്ചി ഇത് ജസ്റ്റ് പൊരിക്കാനല്ലേ ഉള്ളൂ, അത് ഉപ്പച്ചി ചെയ്തോളാന്ന് പറഞ്ഞ് ഞാൻ അയ്ബുട്ടനൊക്കെ ഒന്ന് ഉഷാറാക്കാൻ പോയിട്ടുണ്ട്. ഇതിപ്പോൾ നിഷുവിനെ വിചാരിച്ചിട്ടാണ് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സീനൊന്നുമില്ല. എനിക്കായാലും ഉപ്പാക്കായാലും അങ്ങനെ വേണമെന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല. ഇത് പോള് നോമ്പ് നോറ്റതുകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബാങ്കൊക്കെ കൊടുക്കാനായപ്പോഴേക്ക് ഇതാ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചു കേട്ടോ. ഇത്താത്തയും ഓളെ ആങ്ങളെയും കൂടെ കൂടിയിട്ട് ഇതാ അവിടെ വായയും പൊളിച്ച് നിൽക്കുവാണ്. ഓൽക്ക് ഇതൊക്കെ പാടെ കണ്ടിട്ട് എന്താ കാട്ടേണ്ടതെന്ന് അറിയാം. അയ്ബുട്ടനാണെങ്കിൽ മുന്തിരി നല്ല ഇഷ്ടമാണേനും അതിൻ്റെ ഉള്ളിൽ ആ നീരിങ്ങനെ കുടിച്ച് കളഞ്ഞിട്ട് ആ തൊലി അത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടിടും. അതാണ് ഇപ്പോൾ ചെറുക്കൻ്റെ പരിപാടി. അപ്പോൾ ദാ ഇതൊക്കെയാണ് നമുക്ക് നോമ്പറക്കുമ്പോഴേക്കുള്ളത്. തേങ്ങാച്ചോറും ബീഫ് കറിയും ആപ്പിൾ ജ്യൂസും ചായയും പിന്നെ ദാ നമ്മുടെ കൊക്കുവടയും പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയും ഈ ബാക്കി ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതായത് ഓറഞ്ച് ആപ്പിളൊക്കെ അത് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചത് തന്നെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ വേറെ കട്ട് ചെയ്യാനൊന്നും നിന്നില്ല. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ തന്നെ തിന്ന് തീർക്കണ്ടേ, അതുകൊണ്ട് അതെന്നെ മതിയെന്ന് വെച്ച് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഓരോന്ന് കഴിക്കണം. നമ്മൾ ഒക്കെ അപ്പം തന്നെയാണ് കഴിക്കല് കേട്ടോ. അല്ലാണ്ട് ജസ്റ്റ് ചായയും ജ്യൂസും ഫ്രൂട്ട്സും സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ രാത്രി ബാക്കി നമ്മുടെ മെയിൻ ഫുഡ് കഴിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് ഇന്നും നോമ്പറക്കാനില്ല കേട്ടോ. ബട്ട് ആൾ വരണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ കഴിയും. ഒരു ദിവസമല്ല, ഇതിപ്പോൾ 13ാമത്തെ നോമ്പല്ലേ. സോ ഇന്ന് നൈറ്റൊക്കെ ആകുമ്പോഴേക്ക് എത്തും ഇൻഷാ അല്ലാ. ഡെയിലി ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണുണ്ടോ മടുക്കണുണ്ടോ എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. മാഷാ അല്ലാ അതിന് നല്ല കുറേ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. അതാണ് എന്നെ വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തോലും സബ് ചെയ്യാത്തോലും അതൊക്കെ ചെയ്ത് സെറ്റാക്കി. ഇൻഷാ അല്ലാ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.